സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. വെൽക്കം ടു പ്രപ്പ് വിത്ത് ആൻജിസ്. നിങ്ങളോടൊപ്പമുള്ളത് ആൻജിസ്. സർവീസിലിരിക്കുന്ന അധ്യാപകർക്കും ടെറ്റ് യോഗ്യത നിർബന്ധമാക്കി സുപ്രീം കോടതി. ടെറ്റില്ലാതെ പ്രമോഷൻ ഇല്ല, തുടരാനും ആകില്ല. ഏകദേശം 1,00,000 വരുന്ന അധ്യാപകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സമയപരിധി വെറും 2 വർഷം മാത്രം. കൂടുതൽ അറിയാനായി ടെറ്റ്, RTA ആക്ട് എന്നിവ എന്താണെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പാക്കുന്നതിനും യോഗ്യരായവരെ കണ്ടെത്തുന്നതിനും വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് ടെറ്റ് അഥവാ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. കേന്ദ്ര തലത്തിൽ NCTA അഥവാ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. കേരളത്തിൽ 2012 മുതൽ കേടെറ്റ് അല്ലെങ്കിൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന പേരിൽ യോഗ്യതാ പരീക്ഷ നടത്തി വരുന്നു. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നുണ്ട്. 2009 ഓഗസ്റ്റ് 4 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസാക്കുകയും ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21A ഭേദഗതി ചെയ്ത് അതിനെ ഒരു മൗലികാവകാശമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. ഇതേ തുടർന്ന് NCTA അധ്യാപകരുടെ യോഗ്യതകൾ നിശ്ചയിക്കുകയും ടെറ്റ് നിർബന്ധിത യോഗ്യതയാക്കുകയും ചെയ്തു. യോഗ്യരായ അധ്യാപകർ വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും ഗുണമേന്മയും ഉറപ്പാക്കുന്നതിന് ആവശ്യമാണെന്ന് ഹൈക്കോടതിയും ജനങ്ങളും കണ്ടെത്തി. 2025 ഏറ്റവും പുതുതായി വന്ന സുപ്രീം കോടതി വിധി പ്രകാരം അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കി. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നതിനു മുൻപ് സർവീസിൽ പ്രവേശിച്ചവർക്കും ഈ നിയമം ബാധകമാണ്. സമയപരിധി നോക്കാം. 2025 സെപ്റ്റംബർ 1 വരെ 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ശേഷിക്കുന്ന അധ്യാപകർ ടെറ്റ് അല്ലെങ്കിൽ കേടെറ്റ് അടുത്ത 2 വർഷത്തിനുള്ളിൽ പാസ്സാകണം. അങ്ങനെ പാസ്സാകാത്തവരെ നിർബന്ധിത വിരമിപ്പിക്കൽ നടത്തേണ്ടി വരും. 2025 സെപ്റ്റംബർ 1 വരെ 5 വർഷത്തിൽ താഴെ സർവീസ് ശേഷിക്കുന്ന അധ്യാപകർക്ക് ടെറ്റോ കേടെറ്റോ ഇല്ലാതെ തന്നെ വിരമിക്കുന്നത് വരെ സർവീസിൽ തുടരാം. എന്നിരുന്നാലും 5 വർഷത്തിൽ താഴെ സർവീസ് ശേഷിക്കുന്നവരാണെങ്കിലും നിങ്ങൾ പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെറ്റ് യോഗ്യത ഉണ്ടായിരിക്കണം. ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ടെറ്റ് നിർബന്ധമാക്കാൻ സർക്കാരിന് കഴിയുമോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഈ തർക്കം കോടതി വിശാല ബെഞ്ചിന് വിട്ടു. ഈ തർക്കത്തിൽ കോടതി വിധി പറഞ്ഞില്ലെങ്കിലും മറ്റെല്ലാ വിദ്യാലയങ്ങളിലും എന്നതുപോലെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ അധ്യാപകരും ടെറ്റ് യോഗ്യതയുള്ളവരായിരിക്കണമെന്നതാണ് തങ്ങളുടെ അഭിപ്രായമെന്നും 2-അംഗ ബെഞ്ച് പറഞ്ഞു. കൂടുതൽ സർവീസുള്ള അധ്യാപകരെ സുപ്രീം കോടതിയുടെ ഈ വിധി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇനി അധ്യാപകർക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കാം. 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ശേഷിക്കുന്ന അധ്യാപകർ ടെറ്റ്, കേടെറ്റ് എന്നിവയ്ക്ക് ഉടൻ തന്നെ തയ്യാറെടുക്കുക. 5 അതിൽ താഴെയോ സർവീസ് കാലാവധിയുള്ള അധ്യാപകരാണെങ്കിലും നിങ്ങൾ പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യോഗ്യത നേടാനുള്ള പരിശ്രമങ്ങൾ നിങ്ങളും നടത്തുക. ഇതേപറ്റിയുള്ള പുതിയ അപ്ഡേറ്റ്സുകൾക്കായി വലിയ ബെഞ്ചിന്റെ തീരുമാനങ്ങൾ നിരീക്ഷിക്കുക. എല്ലാവർക്കും അനുകൂലമായൊരു വിധി വരാൻ നമുക്ക് ആഗ്രഹിക്കാം, കാത്തിരിക്കാം. കേടെറ്റ്, സിടെറ്റ്, LP UP പരീക്ഷകളുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാനും പഠിച്ചൊരുങ്ങാനുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു എവരിവൺ. അടുത്ത വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.